ഷക്കീറിനും കുടുംബത്തിനും മുന്നോട്ടുള്ള സുഖകരവും സുരക്ഷിതവുമായ ഒരു യാത്ര ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ നേരുന്നു. നൈജീരിയൻ ഫ്ലാഗിന്റെ ഒരു കളറിലാണ് ഒരു ഡ്രസ്സ് ഇട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇപ്പോൾ നമ്മളുള്ളത് ഓസ്ട്രിയയിലെ വിയന്നയിലാണ്. വിയന്നയിൽ വേറെ കാര്യം കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലുള്ള ഷോപ്പിൻ്റെ പേരൊക്കെ പ്രോസി. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫോർച്യൂണർ വന്നപ്പോഴും നമ്മൾ ഈ ഏരിയയിൽ വന്നിരുന്നു. ഇത് നമ്മുടെ സ്വന്തം പ്രിൻസേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. എൻ്റെ അറിവിൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മലയാളി ഐറ്റംസ് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റാണ് പ്രിൻസേട്ടൻ്റെ. അതുപോലെ തന്നെ പ്രിൻസേട്ടൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പുറം കാണുന്ന പ്രോസി റെസ്റ്റോറൻറ്റ്. ഇതാണ് യൂറോപ്പിലെ എൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും ടോപ്പ് നമ്പർ 1 റെസ്റ്റോറൻറ്റ് എന്നുള്ളത് ഇത് ഈ കാണുന്ന പ്രോസി ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ മെന്യൂസ് അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഈ കുക്കിംഗ് ക്ലാസ് എന്നൊക്കെ കൊണ്ട് പ്രിൻസേട്ടൻ ഒരുപാട് സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ പ്രിൻസേട്ടൻ അപ്പം മുട്ടക്കറിയൊക്കെ വെക്കാൻ വേണ്ടി പഠിപ്പിക്കണം കേട്ടോ. അപ്പം ഇത് ഇവരുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ വേറൊരു സെക്ഷനാണ്. എന്ന് വെച്ചാൽ പ്രിൻസേട്ടൻ്റെ ആണ് ഇത് ഈ ഏരിയ മൊത്തം. അങ്ങനെ തന്നെ പറയാം. ആ മൂല മുതൽ ഈ മൂല വരെ പ്രോസിയാണ്. അതുപോലെ ഈ മൂല മുതൽ ആ മൂല വരെ അതും പ്രോസിയാണ്. ഇതിന് മുകളിൽ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്നതും പുള്ളിയുടെ അടുത്താണ്. പ്രിൻസേട്ടൻ്റെ വേറൊരു ഗുണം കൂടി ഞാൻ പറയാം. എൻ്റെ യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം ഞാൻ ഈ യാത്രയിൽ നമ്മൾ ഫ്രാൻസിലാണെങ്കിൽ നമുക്ക് ഇറ്റലിയിലാണെങ്കിൽ എവിടെയാണെങ്കിൽ നമുക്ക് സ്റ്റേ എല്ലാം കിട്ടിയത് പ്രിൻസേട്ടൻ്റെ കെയർ ഓഫിലാണ്. കാരണം പ്രിൻസേട്ടൻ WMF എന്ന് പറഞ്ഞ സംഘടനയുടെ സൃഷ്ടാവാണ്. വേൾഡ് മലയാളി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ കൺട്രിയിലും എല്ലാ മൂലക്കും പുള്ളിയുടെ സംഘടനയിലെ മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ സ്വന്തം മലയാളികളുണ്ട്. നമുക്ക് എവിടെ പോയാലും നമുക്ക് ആ ഒരു സഹായം കിട്ടും. പ്രിൻസേട്ടാ എന്ന് വിളിച്ച് ഒരു കോൾ ചെയ്ത്, പ്രിൻസേട്ടാ ജർമ്മനിയിൽ ആരുള്ളത്, പ്രിൻസേട്ടാ ചെക്കോസ്ലോവാക്കിയയിൽ ആരുള്ളത്, പ്രിൻസേട്ടാ ഉഗാണ്ടയിൽ ആരുള്ളതെന്ന് ചോദിച്ചാൽ മതി. പ്രിൻസേട്ടൻ നമ്പർ മണിക്കൂർ അയച്ചു തരും. പിന്നെ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുമ്പം പ്രിൻസേട്ടാ പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ സ്പെഷ്യൽ ഗസ്റ്റാണ്. ഞാൻ കാണിച്ചത് നമ്മുടെ സ്വന്തം പ്രിൻസേട്ടനാണ്. അപ്പം ഇതാണ് നമ്മുടെ സ്വന്തം പ്രിൻസേട്ടൻ. പ്രിൻസേട്ടനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫോർച്യൂണർ എടുത്ത് വന്നപ്പോൾ കണ്ടതാണ്. പ്രിൻസേട്ടൻ എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു. നിങ്ങളെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കച്ചവടമൊക്കെ എങ്ങനെ പോകണു? നന്നായിട്ട് പോകുന്നു. റെസ്റ്റോറൻറ്റൊക്കെ എങ്ങനെ പോകണു? റെസ്റ്റോറൻറ്റ് അടിപൊളി. ഇന്നിപ്പോൾ ഏറ്റവും നല്ല ചൂടുള്ള സമയമാണ് ഇവിടെ. 37 ഡിഗ്രിയാണെന്ന്. എനിക്ക് തോന്നുന്നു യൂറോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു ചൂട് വരുന്നത്. 2 ദിവസം നമ്മുടെ ഉണ്ടാവും, 2 ദിവസം ഭയങ്കര ചൂട് പോലെ അല്ലേ? അപ്പോൾ ആരൊക്കെയാണ് വന്നത് ലാസ്റ്റ് ഇവിടെ? നമ്മളിപ്പോൾ ഇവിടെ കുറേ അധികം ആൾക്കാർ വന്നിരുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ മൈജി, ഷാജി, ആ ടീം അവരെല്ലാവരും ഒരു 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു. സുഹൃത്താണ്. പിന്നെന്തായിരുന്നു നമ്മുടെ ഇപ്പോൾ ഈ വ്ലോഗ് ചെയ്യുന്ന നമ്മുടെ പയ്യൻ്റെ പേര് സുജിത് ഭക്തൻ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ഒരു പയ്യനുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ മലയാളികൾ ആര് വന്നാലും വരുന്ന റെസ്റ്റോറൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ്. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള അതേ സെറ്റപ്പ് ഇവിടെ. ഇത് പഴയ ഷെഫ്, ഇത് പുതിയ ഷെഫ്. ഇത് സീനിയർ ഷെഫ്, ഇത് ജൂനിയർ ഷെഫ്. ജൂനിയർ ഷെഫ് വന്നിട്ട് കുറച്ച് ദിവസമായില്ല. എത്ര ദിവസമായി ബ്രോ? ഒരാഴ്ച 2 ആഴ്ചയായി. എങ്ങനെ തോന്നുന്നു ഓസ്ട്രിയ? ചൂടൊക്കെ എങ്ങനെ തോന്നുന്നു? ചൂട് ഇച്ചിരി നാട്ടിലത്തെ സെയിം ചൂടാണ്. ഷെഫ് എത്ര വർഷമായി? ഞാനിപ്പം 2.5 കൊല്ലം. 2 വർഷമായി. 2.5 വർഷമായി. ചൂടൊക്കെ സെറ്റായി? ചൂടും തണുപ്പൊക്കെ സെറ്റായി. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ നിങ്ങളുടെ റെക്കമെൻഡ് ചെയ്യുന്ന ഫുഡ് ഏതാ ലോക്കൽസ് വന്നു കഴിഞ്ഞാൽ? ലോക്കൽസ് ഇവിടെ ഉള്ളവർ ബട്ടർ ചിക്കൻ, പിന്നെ ബിരിയാണി, മസാല ദോശ. നോർത്ത് ഇന്ത്യൻ കൈൻഡ് ഓഫ് ആണ്. നോർത്ത് ഇന്ത്യൻ ഉണ്ട്, പക്ഷേ കൂടുതൽ മസാല ദോശ. എനിക്ക് ഏറ്റവും കൂടുതൽ മസാല ദോശ, എസ്പെഷ്യലി ഓസ്ട്രിയക്കാർ വന്നിട്ട് കഴിക്കുന്നത്. നമ്മുടെ കപ്പ മീൻകറിയും അതും ചില ആൾക്കാർ ചോദിക്കും. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് അപ്പയും മീൻകറിയാണ്, അതിലാണ് ഞാൻ വീണത്. അത് വേറൊക്കെ നമുക്ക് ഇപ്രാവശ്യം കഴിക്കണമെന്നല്ലായിട്ടില്ല. അപ്പം താങ്ക് യു. സോ ഞങ്ങൾ പ്രിൻസേട്ടൻ്റെ കൂടെ നിന്ന് പുറത്ത് പോവുകയാണ്. അപ്പം ഇവരൊക്കെ നാളെ ഇവർ ബസ്സിൽ ടൂർ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മാത്രമേ നമുക്ക് പുള്ളി നമ്മളെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പം നമ്മൾ പ്രിൻസേട്ടൻ്റെ കൂടെ കാറിൽ പോവാണ്. ബൈക്ക് ഞാൻ പറഞ്ഞില്ല, അവർ സേഫാണ്, നമുക്കതിൽ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഈ ചൂടത്ത് ആര് ബൽക്കി ആ ഷെഫിൽ ഇപ്പം അങ്ങനെ പുള്ളി കാഞ്ഞങ്ങാടാണ് പുള്ളിയുടെ വീട്. ബൽക്കി അപ്പോഴത്തേക്കും സ്വന്തം നാട്ടുകാരോടുള്ള സ്നേഹം കേട്ടോ, അതാണ് കാണുന്നത്. ഇതാണ് ആക്ച്വലി ഇവരുടെ സൂപ്പർ മാർക്കറ്റ് കേട്ടോ. ഇവിടെ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നു. പ്രാവശ്യം അവിടെ കുറച്ചും കൂടി അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം മീൻസ് അച്ചാറ് മുതൽ എന്താ പറയുക, ഉപ്പിലിട്ട് വാങ്ങിയ നെല്ലിക്കും എല്ലാം മലയാളികൾ കേട്ടോ. അത്രയും സെറ്റപ്പ് സാധനങ്ങൾ നമുക്ക് നാട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. അച്ചാറുണ്ടെങ്കിൽ പല വെറൈറ്റി അച്ചാറുണ്ട്. അച്ചാർ എന്ന് പറയാൻ നമുക്കിത് അറിയട്ടും പ്രിയങ്കർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ വെജിറ്റബിളിൻ്റെ സെക്ഷൻ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന നല്ല കപ്പയില്ലേ, കപ്പ, മധുരക്കിഴങ്ങ്,
അതുപോലെ തന്നെ പഴം ഒക്കെ ഉണ്ട്, എല്ലാം സെറ്റപ്പും ഉണ്ട്. നമ്മൾ നാട്ടിലൊരു പച്ചക്കറി പിടിയൊക്കെ കയറി പോയൊരു ഫീലില്ല. എനിക്ക് തോന്നുന്നു UK നമ്മൾ ഈസ്റ്റ് ഹാമിൽ പോയാൽ നമുക്ക് കിട്ടും. ഈസ്റ്റ് ഹാം അല്ലാതെ വേറെ എവിടെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുത്തെ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മളെ വെണ്ടക്ക, പച്ചമാങ്ങ, പടവലങ്ങ, വഴുതനങ്ങ, കൈപ്പക്ക, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, മുളക്, ഒരു എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതൊരു വലിയ സൂപ്പർ മാർക്കറ്റാണ്. ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് വരെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. അവിടുന്ന് പിന്നെയും വലത്തോട്ടേക്ക് പിന്നെയും കുറച്ചും കൂടി പോകണ്ട കേട്ടോ. ഇത്രയും വലിയതാണ്, ഉണ്ടല്ലേ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂറോപ്പിൽ തന്നെ ബിഗ്ഗസ്റ്റ് ആണിത്. പ്രിൻസേട്ടനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് WMF എന്ന് പറയുന്ന സംഘടനയുടെ സൃഷ്ടാവാണ് കേട്ടോ. പ്രിൻസേട്ടൻ ഉണ്ടാക്കിയ സംഘടനയാണ്, ഞാൻ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഓൾമോസ്റ്റ് 170 അല്ലേ പ്രിൻസേട്ടാ? ഇന്ന് 170 ഒഫീഷ്യലി 169 ആയിരുന്നു. ലാവോസാണ് ലാസ്റ്റ് ആഡായ മലയാളികൾ. 170 കൺട്രിയിലുള്ള മലയാളികളുടെ ഗ്രൂപ്പാണത്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ബാഗും തൂക്കി ഇറങ്ങിയിട്ട് പ്രിൻസേട്ടാ ഞാൻ ഇത് ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൽ ഏത് രാജ്യത്തും പോകാം. ഞാൻ പേഴ്സണലി പ്രിൻസേട്ടനെ മലയാളികളുടെ സ്വന്തം നോക്കിയ എന്ന് പറയാൻ കേട്ടോ താല്പര്യപ്പെടുന്നത്. നോക്കിയ മീൻസ് അറിയാലോ, കണക്റ്റിംഗ് പീപ്പിൾ. കാരണം ഇത്രയും അധികം കോണ്ടാക്റ്റ് ഉള്ള ഒരു മലയാളീനെ ഞാനൊരു ലൈഫിൽ കണ്ടില്ല. ഞാൻ ചുമ്മാ പറയുന്നല്ല, അറിയാലോ നമ്മൾ ഒരുപാട് ആൾക്കാരെ പല രാജ്യങ്ങളിൽ പല ടൈപ്പിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പ്രിൻസേട്ടൻ്റെ അത്രയും കോണ്ടാക്റ്റ് ഉള്ള ഒരു മലയാളീനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ സംസാരിക്കുന്ന ആരും ഓസ്ട്രിയ പ്രിൻസേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ? ഓക്കെ ഉണ്ട്. എല്ലാവർക്കും പുള്ളി അറിയാം. അതാണ് എൻ്റെ പുള്ളിക്കും എല്ലാവരും അറിയാം. ഇപ്പം ഞാനിപ്പം ഒരാളോട് സംസാരിക്കുമ്പോൾ അവിടുന്ന് ഞാൻ പറഞ്ഞ പ്രിൻസേട്ടൻ ഞാൻ ഇന്ന ആളെടുത്തുള്ളത് ഓക്കെ എന്നാൽ ഫോൺ കൊടുക്കൂ. ഇപ്പോൾ പ്രിൻസേട്ടൻ ഉടനെ അവരോട് സംസാരിച്ച് അവരെ നമ്പറൊക്കെ വാങ്ങി അവരോട് കമ്പനിയാക്കി. അപ്പം കോൺടാക്ട്സ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കില്ല. എത്ര കോൺടാക്ട് ഉണ്ട് മൊബൈലിൽ? എനിക്കിരിക്കുന്നൊരു 13,000. പ്രിൻസേട്ടൻ്റെ മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ലോകം മുഴുവനും എന്താ പറയുക സൗജന്യമായിട്ട് ഞാൻ പറയാൻ പറ്റില്ല, വിസൻ്റെ പൈസയും ടിക്കറ്റിൻ്റെ പൈസയും മാത്രം കണ്ടിട്ട് പോകാൻ പറ്റും. ഭയങ്കര ഒരു ഇതാട്ടത്. അപ്പം നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ടത് പ്രിൻസേട്ടാ? നമ്മൾ പോകുന്നത് ഇവിടെ ഷേൺബ്രൂൺ എന്ന് പറഞ്ഞൊരു നല്ല സ്ഥലമുണ്ട്. ഓക്കെ, എത്രയായി നമുക്ക് സ്ഥലങ്ങൾ കാണുക എന്നതിലുപരി നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമുക്ക് പ്രിൻസേട്ടനെ പരിചയപ്പെടാം. ഓക്കെ, ഇവിടെ നല്ല ചൂടാണെങ്കിലും ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് എന്തായാലും ഇറങ്ങിയെടുക്കാൻ പ്രത്യേകിച്ചിട്ട് താല്പര്യമൊന്നുമില്ല. കാരണം ഈ നട്ടപ്പൊരു വീരത്ത് നമ്മൾ ഇറങ്ങി നടന്നത് നല്ല പണിയാണ്. ഇതേറെ പ്രിൻസേട്ടാ ഈ ഗോൾഡൻ ഇത് മനുഷ്യനല്ലേ? ഞാൻ വിചാരിച്ച് മറ്റേ ഒറിജിനൽ പ്രതിമയാണ്. പാവം. പ്രിൻസേട്ടാ അപ്പോൾ ഈ WMF-ന്റെ എന്തൊക്കെയാണ് പുതിയ പരിപാടികൾ? WMF-ന്റെ ഇപ്പോൾ നമ്മുടെ ഗ്ലോബൽ കൺവെൻഷൻ ഈ വർഷം ജനുവരി മാസത്തിലാണ് നടന്നത്. ഓക്കെ, പുതിയ സംവിധാനങ്ങൾ വന്നു, പുതിയ ആളുകൾ വന്നു. വളരെ നല്ല രീതിയിൽ ഇന്നലെ ആണെങ്കിലും നമ്മുടെ ഫാദേഴ്സ് ഡേ അതിൻ്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രൊജക്ട്സുകളും അതുപോലെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ജനങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് എന്ത് ഹെൽപ്പ് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം സത്യത്തിൽ ലോകത്തിൻ്റെ ഈ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിനൊരു കാരണമായത് മാത്രമേ ഉള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ വർക്ക് ഗൾഫ് മേഖലകളിലും അതുപോലെ ആഫ്രിക്കയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇതൊരു ചെറിയൊരു സംഭവമാണെന്ന് വിചാരിക്കും. നോ അല്ല ഗൈസ്, 170 രാജ്യങ്ങളുടെ മലയാളികളുടെ കൂട്ടായ്മ അവർ വിചാരിച്ച എന്തും നടക്കും. അതൊരു റിയാലിറ്റിയാണ്. ഇറ്റ്സ് ഒരു വലിയൊരു നെറ്റ്വർക്ക്. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഓൾമോസ്റ്റ് ഒരു 10-80 കൺട്രീസിൽ ആൾക്കാരുണ്ട്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പം അതല്ല ലോകം മുഴുവനുള്ള ഇനിയിപ്പോൾ കുറച്ച് രാജ്യങ്ങളോട് ബാക്കിയുള്ളൂ അല്ലേ? അതിന് വളരെ കുറച്ച് രാജ്യങ്ങളോടെ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക. പാകിസ്ഥാനിലെ കിട്ടിയോ? പാകിസ്ഥാനിലുണ്ട്. കിട്ടി? മലയാളിയുണ്ട്. എന്റെ പണ്ടത്തെ കാലത്ത് മലപ്പുറത്ത് പോയ മലയാളികളുണ്ട്. നോർത്ത് കൊറിയ കിട്ടിയോ? നോർത്ത് കൊറിയയിൽ കിട്ടിയിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ കിട്ടിയോ? അഫ്ഗാനിസ്ഥാനിലുണ്ട്. ഉണ്ട്. റഷ്യയിലൊക്കെ എന്തായാലും ഉണ്ടാവും. റഷ്യയിലുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ബൽക്കി ന്യൂസിലാൻഡ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഏഷ്യ നമുക്ക് നേരെ റഷ്യ വഴി ഇവിടെ കിട്ടിയോ? മറ്റേ മംഗോളിയയിലും കിട്ടിയോ? മംഗോളിയയിൽ കിട്ടിയിട്ടില്ല. കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. നമ്മുടെ ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ട് ഇല്ലാത്ത രാജ്യങ്ങളുടെ. ഞാനത് നിങ്ങൾക്ക് തരാം, ഒന്ന് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉള്ള രാജ്യത്ത് ഈ WMF ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ടിൽ കുറച്ച് കൺട്രീസിൻ്റെ ഫോട്ടോസ് എടുക്കാം, പേരെടുക്കാം. ഈ കൺട്രിയിലെ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണം. ഞങ്ങൾ പ്രിൻസേട്ടനെ കറക്റ്റ് തരും കേട്ടോ. ഓക്കെ, നമ്മൾ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ലോകത്തിലെ ഒരു ഭാഷാ സമൂഹത്തിലും ഉദാഹരണത്തിന് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ ഇന്ത്യക്കാരല്ലേ, അത് തന്നെ ഗുജറാത്തികൾ, പഞ്ചാബികളൊക്കെയാണ്. അതിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഭാഷാ സമൂഹമായിട്ട് നമ്മളെ കേരളത്തിലെ ആളുകൾ പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ 170 രാജ്യങ്ങളിലെ മലയാളികളെ കണ്ടെത്തിയത്. മലയാളികൾ മാത്രമായിട്ടോ നമ്മൾ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ചേട്ടാ നമുക്ക് എന്തെങ്കിലും നാട്ടിൽ നിന്ന് ഗവൺമെന്റിന്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് എന്തെങ്കിലും? ഗവൺമെന്റിന്റെ സപ്പോർട്ട് അങ്ങനെയല്ല. നമ്മൾ നോർക്ക ഇതിലൊക്കെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗവൺമെന്റിന് ഇപ്പോൾ എന്തെങ്കിലും കലാമിറ്റീസോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ വിളിക്കാറുണ്ട്. ഈവൻ മീഡിയാസ് വിളിക്കാറുണ്ട്. അവിടെ ആരാണ് നമ്മുടെ WMF-ന്റെ ആള്,
അപ്പോൾ അവിടെ നിന്നുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റ് സാമ്പത്തിക ഹെൽപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വെള്ളപ്പൊക്കം വന്നപ്പോഴും അതുപോലെ നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ യൂറോപ്പിൽ നിന്നും മറ്റേ പല സ്ഥലങ്ങളിൽ നിന്നും പൈസ എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ പല പല കാര്യങ്ങൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പ്രിൻസേട്ടൻ നമ്മളെയും കൂട്ടിയിട്ട് ഇവിടെ ഏതൊരു മലയാളികളുടെ എന്തോ പരിപാടിക്ക് പോകണം. ഞാനത് ട്രൗസറൊക്കെ ഇട്ട് അതും കുഞ്ഞി കുപ്പായ കിട്ടിട്ടുള്ളത്, ചൂടായതുകൊണ്ട് ഒറ്റ ഷോർട്ട് കുപ്പായ കിട്ടിട്ടുള്ളത്. അപ്പം എൻ്റെ കോലം കണ്ടോ. പക്ഷേ എനിക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ബൽക്കി മേക്കപ്പ് കിട്ടും. നമ്മളെ ഒന്നും ഇട്ടില്ലേ? ബൽക്കിന് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. എനിക്ക് പിന്നെ എങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഈ ഗൾഫിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരെങ്കിലും യൂറോപ്പിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വരരുതേ എന്ന് ഞാൻ പറയും ഈ സമയത്ത്. കാരണം കാറൊന്ന് ഇറങ്ങുമ്പോഴേക്കും പൊള്ളാത്ത സ്ഥലം വരെ പൊള്ളിപ്പോയി കേട്ടോ. മോനെ ഇതെന്ത് ഇങ്ങനെ ചൂട്? ഞാനിവിടെ വന്നിട്ട് 36 വർഷമായി. പക്ഷെ ഇത്രയും ചൂട് എനിക്ക് ഇതുവരെ ഞാൻ അതൊന്നുമല്ല നമ്മള് അതൊന്നുമല്ല വേറെന്തുണ്ട് ഇവിടെ അല്ല, എല്ലാ സിറ്റിയിലും തന്നെ കേട്ടോ. ചേട്ടാ ഷർട്ട് എവിടെ നടത്താം? ഭയങ്കര മാച്ചിങ് ആണല്ലോ. നാട്ടിൽ നിന്നിട്ട് പാലക്കാടൻ എന്തായാലും കൈത്തറിയില്ലേ? അത് ഒച്ചപ്പാടം കേൾക്കുന്നില്ലല്ലോ. ഇത് ഭയങ്കര പരിപാടിയാ. നമ്മൾ ഇവള് ഗ്ലാമർ കുഴപ്പമില്ല, നമ്മളാണ് ഗ്ലാമർ ഇല്ലാത്തത്. പിന്നെ ഇവിടെ പുറം പോകുമ്പോൾ എല്ലാവർക്കും വരെ ഞാൻ ഇവള് കെട്ടിയവരാണ്. ഒറ്റയ്ക്ക് പോകുമ്പോഴെന്തെങ്കിലും നോക്കിയിരുന്നു. ചിലപ്പോൾ ഇവിടെ കൂടി ഉണ്ടാകുമ്പം ഒരു കാര്യമില്ല. ഇവിടെ നാട്ടിലേക്ക് അയച്ചിട്ട് വേണം എനിക്ക് എൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങണമെങ്കിൽ. നമ്മളെ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് മലയാളികൾ കിട്ടിയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? പ്രിൻസേട്ടൻ എന്താ പറയാനുള്ളത്? അല്ല ഇവിടെ ഇത് ഞങ്ങളുടെ 23ാമത്തെ ഡിസ്ട്രിക്റ്റിലെ ഒരു കൂട്ടായ്മയാണ്, മലയാളികളുടെ ഒരു കൂട്ടായ്മ. അതിൻ്റെ സ്പോർട്സ് ഡേ ആണെന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും മലയാളീസ് മാത്രമേ ഉള്ളൂ? ഓക്കെ. അതിലത്തെ എല്ലാ മെമ്പേഴ്സാണ്. അപ്രോക്സിമേറ്റ് എത്ര ഫാമിലീസ് ഉണ്ട് ഇവിടെ? 100 മുകളിലുണ്ട്. ഇവിടെ എത്ര ഫാമിലീസ് ഉണ്ട്? ഇവിടെ ഇപ്പൊ 72 ഫാമിലി. ഓ അടിപൊളി. ഹാപ്പി 78 പേഴ്സൺ. അടിപൊളി. കുടുംബം നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 ഫാമിലി ഉണ്ട്. മാത്രം. ഇന്നത്തെ ചൂടിനെ പറ്റി എന്താ പറയാനുള്ളത്? ചൂട് 40 ഡിഗ്രി ഉണ്ട്. ഞങ്ങളുടെ ചൂട് സാധാരണ പുറത്താണ് നടത്താറ്, പക്ഷേ ഈ പ്രാവശ്യം ചൂട് കൂടുതലായതുകൊണ്ട് അകത്തേക്കാക്കി. അടിപൊളി. ഞങ്ങളിപ്പം ഫുൾ ടൈം പുറത്ത് റൈഡ് ആയതുകൊണ്ട് സേവായി. പിന്നെ ഇപ്പൊ ഞങ്ങളിപ്പോ രാത്രി റൈഡാക്കി, പകൽ റൈഡ് ഒഴിവാക്കി. പിന്നെ ഞാൻ പേഴ്സണലി 45 റൈഡ് ചെയ്തിട്ടുണ്ട് ഇറാഖിൽ ഒരുപാട് മിഡിൽ ഈസ്റ്റിന്റെ ഏരിയ വന്നത്. അപ്പൊ ഇതിനേക്കാളും ഡബിൾ ചൂട് ഞാൻ റൈഡ് ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് ഓക്കെ ആവണില്ല. നമുക്കെന്നെ കണക്കില്ല. ഇപ്പം ഒരു 3 ദിവസമായിട്ട് ഇപ്പം ഞങ്ങൾ രാത്രി മാത്രം റൈഡ് ചെയ്യുന്നു. അപ്പോൾ താങ്ക്സ് എല്ലാവരും. ഷക്കീറിനും കുടുംബത്തിനും മുന്നോട്ടുള്ള സുഖകരവും സുരക്ഷിതവുമായ ഒരു യാത്ര ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ നേരുന്നു. താങ്ക് യു. സംഭവം അതിൻ്റെ ഉള്ളിൽ സെറ്റാട്ടോ. എല്ലാ ഫാമിലിയും കൂടിയിട്ട് അവിടെ സ്പോർട്സ് ഡേ ആണ്. നാട്ടിലത്തെ സ്പോർട്സിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ കുപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അതൊരു പതിവാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി മീൻസ് അവർ ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ അടിക്കുന്നുണ്ട്, സ്ത്രീകളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, കുറേ കുട്ടികൾ പിന്നെ സ്പോർട്സ് ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ നാട്ടിലത്തെ നാടൻ കളികളില്ല, അതുണ്ട്, കസേര കളി പോലത്തെ കളികളുണ്ട്, പല വെറൈറ്റികളുണ്ട്. എൻഡ് ഓഫ് ദി ഡേ ഇവിടെ വന്ന എല്ലാവരും 100% ആൾക്കാരും ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പോൾ നമുക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം മലയാളികളാണ്, നമ്മളൊക്കെ ഫാമിലിയാണ്, നമ്മുടെ കുടുംബങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ ഒരു കുടുംബങ്ങളാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഏതോ രാജ്യത്തെ ഏതോ മൂലക്ക് അവരും മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഭാഷയും ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് പറയുന്നില്ലേ, അതൊരു ഭയങ്കര ഒരു ഹാപ്പി ന്യൂസ്. ബൽക്കി നമ്മൾ ഈ ട്രിപ്പിൽ ആദ്യമായിട്ട് ഇത്രയധികം മലയാളികൾ ഒരുമിച്ചാണ്. ഈ ഒരു പരിപാടിനെ പറ്റി പറയാനല്ലേ നമ്മളിപ്പോൾ കണ്ട ഒരു പരിപാടി എനിക്ക് ഓൾമോസ്റ്റ് 10-18 വർഷമായിട്ടാണ് എനിക്കത്. നമ്മളത് ആദ്യത്തെ 3-4 പേര് എൻ്റെ വീട്ടിലായിരുന്നു ആദ്യത്തെ മീറ്റിംഗ് ഒക്കെ കൂടിയത്. അപ്പോൾ എന്തായാലും അത് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ചെറിയ പിള്ളേരടക്കം എല്ലാ ഫാമിലി ഒന്നിച്ച് വരുന്നു. നല്ല ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ. പിന്നെ പരസ്പരം അറിയാൻ പറ്റും, ഒരേ നാട്ടുകാർ എന്നുള്ള ഫീൽ വരും. ഓസ്ട്രേലിയയിൽ ഈ ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ് എന്നൊരു ഫീൽ വരും. ഇന്ത്യയിൽ 23 ഡിസ്ട്രിക്ട്സ് ആണ്. അതിൽ 23ാമത്തെ ഡിസ്ട്രിക്റ്റാണിത്. ഈ ജില്ലയിൽ പെടുന്ന മലയാളികളാണ് നമ്മളിപ്പോൾ കണ്ട ആളുകൾ. അതും അതിൽ കുറേ ആൾക്കാർ
10-40 വർഷമായിട്ടൊക്കെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ മോസ്റ്റ്ലി എല്ലാവരും ഓസ്ട്രിയൻ പാസ്പോർട്ടാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് അവിടെ ഒരു 5 വർഷം, എക്സ്പെഷ്യലി UK പോയി കഴിഞ്ഞാൽ 5-6 വർഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെ മലയാളം ഉണ്ടാവില്ല, തൂഫാനായിട്ടുണ്ടാവും. അവരുടെ മക്കളാണെങ്കിലും അവർ സെക്കൻഡ് ജനറേഷൻ ആണെങ്കിലും മലയാളം എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ കൾച്ചറുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. പല കൺട്രീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നല്ല നാടൻ കോട്ടയംകാർ, നല്ല നാടൻ അച്ചായൻ, നല്ല നാടൻ കോട്ടയംകാർ. നിങ്ങൾ മലപ്പുറം, ഓക്കെ, അവിടെ കണ്ടു ഞാൻ പറഞ്ഞത്. അപ്പം എത്ര വർഷം ഇവിടെ ചോദിക്കുമ്പോൾ ഞാനിവിടെ 10-40 വർഷവും പാസ്പോർട്ടൊക്കെ അടിച്ച് മക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവരെ കണ്ടാൽ അവർ പറയില്ല, അവരിപ്പോഴും ഒരു നാടൻ മലയാളിയായിട്ട് ജീവിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസ് ആർട്ടറിൻ്റെ WMF ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ തങ്ങളാണ്. സോറി മുനവറയിൽ തങ്ങളാണ്. തങ്ങന്മാരെ മാറിപ്പോ കേട്ടോ. ഇവിടെ എന്തുള്ളത് നമുക്ക്? ഓക്കെ, നമ്മൾ കാണാൻ പോണത് പ്രിൻസ് ആർട്ടറിൻ്റെ വീടാണ്. പ്രിൻസ് ആർട്ടറിൻ്റെ ഓസ്ട്രേലിയയിലെ കൊട്ടാരം. ടടേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വീട്ടിൽ വരാൻ ചാൻസ് കിട്ടിയില്ല കേട്ടോ. ഇല്ലില്ല, ഈ ഏരിയയിൽ കള്ളന്മാരൊക്കെ ഉണ്ടോ? അല്ല, ഈ UK ഉള്ളതല്ലേ മണങ്ങി നിന്നാൽ അണ്ടർവെയർ അടിച്ചു മാറ്റി പോകുന്ന കണ്ടന്മാരുണ്ടാവും. ഇറ്റലിയിലൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇതെന്ത് ചെടിയാ? കാടാ? വാതിൽ കൂട്ടി മോളെ. ഇതാണ് പ്രിൻസ് ചേട്ടൻ്റെ വീട്. ആരുള്ള പ്രിൻസ് ചേട്ടൻ്റെ വീട്ടിൽ? ഒറ്റയ്ക്കേ ഉള്ളൂ? ആ ഓക്കെ. ആ പ്രിൻസ് ചേട്ടൻ്റെ വൈഫൊക്കെ അവിടെ സൂപ്പർ മാർക്കറ്റിലുണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന് കണ്ടിരുന്നു. ഓക്കെ, സോ ഞാൻ കാണിച്ചുതരാം, വീട് കാണിച്ചുതരാം. ഇതെടുത്തിട്ട് എത്രയായി വാങ്ങിയിട്ട്? 20 വർഷം മുന്നേ നമ്മൾ സ്വന്തമായി വെച്ച് 20 വർഷം കൂടെ താമസിച്ചു. 20 വർഷമായിട്ടോ പ്രിൻസ് ചേട്ടൻ ഇവിടെ താമസിക്കുന്നത്. പ്രിൻസ് ചേട്ടൻ്റെ മരുമകനെ കഴിഞ്ഞ തവണ ഞാൻ കണ്ടതാണ്. ആള് സൂപ്പറാണ്, അടിപൊളി ചങ്ങായി കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചിരുന്നു. പുള്ളി എവിടെ എന്നിട്ട്? ഓക്കെ. ഓ, ഇത് തെറ്റാണല്ലോ. ബാക്ക് യാർഡൊക്കെ ഉണ്ട് ഇവിടെ. ബാക്ക് യാർഡിൽ മാനൊക്കെ വരുമോ? ന്യൂയോർക്കിൽ അഖിൽ ബ്രോ ഉണ്ട്. പുള്ളിയുടെ വീട്ടിൽ നമ്മൾ പോയപ്പം അതിൻ്റെ ബാക്ക് യാർഡ് ഇങ്ങനെയായിരുന്നു, പക്ഷെ അതിൽ മാനൊക്കെ വരുമെന്ന്. പിന്നെ അവിടെ US നമുക്ക് ഇതേപോലെ ഈ എന്താ പറയുക മതിൽ കെട്ടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറമ്പൊക്കെ ഫുൾ ഓപ്പണാണ്. ഇവിടെ മഞ്ഞ് വരുമോ? മഞ്ഞ് വീഴ്ചയുണ്ടോ? നല്ലോണം വരും. ബൽക്കി ഇവിടെ നിന്ന് ജോലി ഇട്ടോ വെച്ചിരിക്കുന്ന പ്രിൻസേട്ടോ? പ്രിൻസേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റ് ജോലി ഉണ്ടോ ബൽക്കി കൊടുക്കാൻ? ഓക്കെ, ഇഷ്ടപ്പെട്ട സംഭവം. എന്നോട് ബൽക്കി ഫസ്റ്റ് ചോദിച്ചു ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടും, നമുക്ക് ഇവിടെ എടുക്കാമല്ലോ. ഇത് ആപ്പിൾ തൊട്ടോ? ഇത് ഊട്ടി ആപ്പിൾ ഉണ്ടല്ലോ, കുഞ്ഞി ആപ്പിളാണല്ലോ. എന്നോട് ഇന്നലെ ബൽക്കി എന്തോ ചോദിച്ചിട്ടുണ്ടല്ലോ വരുമ്പോൾ, നമ്മൾ ജോർജിൽ ഏത് മാസമാണ് പോയത് അല്ലേ ആപ്പിളിനൊക്കെ അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ അന്നേരം ആപ്പിൾ ഇതിൽ ചിന്ത അവൾ വെച്ചപ്പോൾ ഇപ്പോൾ അവൾക്ക് ആപ്പിൾ കാണാൻ ചാൻസ് കിട്ടി കേട്ടോ. ഇത് ഭയങ്കര സെറ്റപ്പാണ്, അടിപൊളി. ഇവിടുന്ന് അപ്പുറം നോക്കി ഞാൻ എന്താ കാണുമോ? എന്തെല്ലാം സെറ്റപ്പ് ഉണ്ട് എന്താ അറിയില്ല. പക്ഷേ ഭയങ്കര ഒരു പീസ്ഫുൾ അല്ലേ ഇത്? ഇവിടുന്ന് കാണുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ നമുക്കിത് ഇല്ലേ? എന്നാലും എൻ്റെ ബൽക്കിക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട്. അല്ല, ഈ വീട് നിങ്ങൾ റെക്കോർഡായിട്ട് വെച്ചോട്ടോ. എനിക്ക് വീടെടുക്കണമെന്ന് ഒരു താല്പര്യമാണ്. എൻ്റെ ഒരു ചിന്താഗതി വെച്ചിട്ട് ഒരു പൈസ മുടക്കി ഒരു വീടെടുക്കുകയെന്ന് പറയുമ്പോൾ അത് ഒരു എത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, കാരണം പല സ്ഥലങ്ങളിലും ആൾക്കാർ വീട് വാങ്ങുന്നില്ല. ബൽക്കി ജീവിച്ച് പറഞ്ഞത് ബൽക്കിക്ക് ഒരു സ്വന്തമായിട്ട് വീട് വേണം, ബൽക്കി സ്വന്തമായിട്ട് വീട് വേണം എന്നൊരാഗ്രഹം വെച്ച് നടക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അവളുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ടോയ്ലറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു മൈ കിടക്കട്ടെ, അങ്ങനെയാണ് നമ്മൾ പിറ്റേഴ്സ് പണി തുടങ്ങിയത്. ശരിയല്ല? അപ്പോൾ ആ വീടിൻ്റെ എല്ലാ സാധനങ്ങളും അവളുടെയാണ്. ഓക്കെ, അത് അവളുടെ മാത്രമാണ്. ഇല്ല, എന്നെ കല്യാണം കഴിച്ചാൽ അവൾക്ക് ഞാൻ കൊടുത്ത് പുരുഷനായിട്ട് ഞാൻ വീട് വെച്ചോ. പിന്നെ എൻ്റെ മക്കളുണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. ആ മക്കൾ എനിക്ക് വേണം. ആപ്പിൾ പച്ചയല്ലേ? ഇത് ആപ്പിളല്ല മോളെ, എന്തോ വേറെന്തോ ആപ്പിളായിട്ടിത്. നോക്കിയോ, അടിപൊളി അല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണമെന്ന് പറയും. ഇപ്പം പുള്ളിയൊക്കെ ലൈഫിൽ
എന്തായാലും ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ ഇപ്പോൾ ഈ വീടുണ്ടോ 4 നിലയാണ് അങ്ങനെ എന്തോ ഉണ്ട് 10-12 മുറികളുണ്ട് കേട്ടോ. പുള്ളിയോട് പറഞ്ഞു അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ താഴേക്ക് അണ്ടർഗ്രൗണ്ടിലുണ്ട്, ഇവിടെയുണ്ട്, മുകളിലുണ്ട്, അതിൻ്റെ മുകളിലുണ്ട് 1 2 3 4 നിലയുണ്ട്. അപ്പം ഏതോ കാലത്ത് 10-35 കൊല്ലം മുമ്പ് ഇവിടെ ഒരാൾ വന്ന് കഷ്ടപ്പെട്ട് ചെറിയൊരു സൂപ്പർ മാർക്കറ്റൊക്കെ തട്ടിക്കൂട്ടി വളരെ ഹാർഡ് വർക്ക് ചെയ്ത് അവരൊരു ലൈഫ് ബിൽഡ് ചെയ്ത് ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ഇൻസ്പയറിങ് സ്റ്റോറി കേട്ടോ. അത് മൂപ്പര് മുമ്പെന്ന് പറയാൻ പറ്റാത്തന്നെ അവർ പറയാതാണ്. മൂപ്പര് അങ്ങനെ വരുന്നുണ്ട്. നമുക്കെല്ലാം ഇവരെ പോലത്തെ ആൾക്കാർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള കാരണം അതാ. എനിക്ക് അവിടെ നിന്ന് ഗ്രീൻ ആപ്പിൾ ആയിനാ നോക്കൂ. ഗ്രീൻ ആപ്പിൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും, കുറച്ച് പുളി ആ ഉപ്പ് കൊടുത്താ ഏതാ മനസ്സിലായിട്ടാ പറഞ്ഞേ? ഇത് ഞാൻ മറ്റേ സാധനല്ലേ എന്ത് സാധനം? അറിയില്ല, അതല്ല എന്ത് സാധനം? അതിന് സാധനം ഉദ്ദേശിച്ചു തന്നെ. എന്തോ പേരുണ്ടല്ലേ, പേരൊക്കെ അറിയില്ല. പേരെനിക്ക് ഗോപാലനെ വിളിക്കലേ. ഗോപാലനാ? അതല്ല പക്ഷേ ഇത്. ഓ ഇത് വീടിൻ്റെ താഴത്തെ വശം കേട്ടോ. നേരത്തെ പറഞ്ഞാൽ തന്നെ അണ്ടർഗ്രൗണ്ടാണ് താഴത്തെ വശം. ഇത് നിങ്ങൾ ഇവിടെ താമസിക്കുന്നില്ല? രാത്രി ഒരു 9 മണിയാവും. ഇവിടുന്ന് രാവിലെ ഒരു 8 മണിയാവും. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ കള്ളന്മാർ കേട്ടാൽ അഡ്രസ് കമൻറ്റ് ചെയ്യൂ അഡ്രസ്. രാവിലെ പോയിട്ട് രാത്രി വരുന്ന വീട്ടുകാർ. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, സെക്യൂരിറ്റി അല്ല നമ്മുടെ അലാം കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തെങ്കിലും വിഷയം വന്നാൽ അപ്പം തന്നെ ഒരു 3 മിനിറ്റിനുള്ളിൽ പോലീസ് വരും. ഇനിയിപ്പോൾ പ്രിൻസ് ഏട്ടൻ അതല്ല, പ്രിൻസ് ഏട്ടൻ ഇപ്പോൾ വീടൊക്കെ നോക്കാനൊക്കെ ആളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൽക്കിനെ ഞാൻ ഇവിടെ വെക്കാൻ പോകാം കേട്ടോ. കാരിസൻ വേലക്കാരി എന്ന് പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ മോക്ക് വിഷമം വരും. കാരിസ് പണിക്ക് ബൽക്കി ഇവിടെ നിൽക്കാൻ പോകുന്നു കേട്ടോ. കേട്ടോ ആപ്പിളും ഉണ്ടാ തിന്ന് തീർത്താ മൊത്തം. ഇതിന് ഇത് ബൽക്കിൻ്റെ ലിപ്സ്റ്റിക് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇവരെ പ്രശ്നം. ആപ്പിളൊക്കെ ആപ്പിൾ ചുവന്ന് ലിപ്സ്റ്റിക് ആയത് നോക്കിട്ടില്ല. ഓ ഞാൻ ഫസ്റ്റ് കടിച്ച സ്ഥലമായോണ്ടാണ് ലിപ്സ്റ്റിക്കോ? ഞാൻ ഇവിടെ കടിച്ചാൽ ലിപ്സ്റ്റിക്കാ നീ ഇപ്പോൾ കടിച്ച രീതി മാറിപ്പോയിരാം. പോയാലോ? അപ്പോൾ നമ്മൾ നേരെ പോവാണ്. നമുക്ക് വൈകുന്നേരം ആഫ്രിക്കക്കാരുടെ പരിപാടിയൊക്കെ പോകണ്ട. തീർച്ചയായിട്ടും ഒരുപാട് ആഫ്രിക്ക തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറുമ്പോൾ ഒരാൾ ഇവിടെ എന്തോ ഉണ്ട് എന്നിട്ട് ഓടി വന്നതാണ്. നോക്കുമ്പോൾ പ്ലംസ് കേട്ടോ. നോക്കിയാ ഇത് നമ്മൾ അർമേനിയൻ തിന്നിരുന്നു. ആണോ? ഞാനിതിപ്പോഴാണ് കാണുന്നു കേട്ടോ. ഈ ഭാഗത്തേക്ക് വരാറില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടായിട്ടെല്ലാം വലിക്കും, നമുക്ക് ഇവിടെ താമസിക്കാമല്ലോ. നീ ഇത് കണ്ടേ? എങ്ങനെ കണ്ടത്? കുറച്ച് കുരുവെടുത്ത് വണ്ടിയിലിട്ട് നമുക്ക് പക്ഷെ പറിച്ചിട്ട് കാര്യമില്ല. തിന്നാൻ പറ്റുമോ? വേണോ വേണോ കവറിടണോ? ഇപ്പം നമ്മൾ നേരെ പോണത് പ്രിൻസ് ഏട്ടൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നമ്മൾ ഫുഡ് കഴിക്കും. ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്നുള്ളത്. എന്താ പോണേ? കപ്പയും മീൻകറി മതിയാ? എന്ത് 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 നിങ്ങളോട് പറഞ്ഞേ? പ്രിൻസ് ഏട്ടാ നമുക്ക് മക്ഡൊണാൾഡിൽ പോയിട്ട് ബർഗർ എന്നാ എന്താ ഡയലോഗെന്നറിയോ? എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു മെനു പറഞ്ഞാലേ ഓക്കെ അത് വേണം ഇത് വേണമെന്ന് പറയുന്ന ആളാണ്. എനിക്ക് അത് മേടിച്ചിട്ട് ഇത് മേടിച്ച് പറഞ്ഞ എന്തായിരുന്നാല് ഓരോ രാജ്യത്ത് പോയിട്ട് അടുത്ത ഫുഡ് ടേസ്റ്റ് ചെയ്യാന്നുള്ളത്. ആ ഫുഡ് ശാക്രം വാങ്ങിത്തരുന്നില്ല. അടിപൊളി. അത് ഞാൻ എങ്ങനെ വാങ്ങിക്കൊടുക്കുക? നമ്മളിങ്ങനെ ബഡ്ജറ്റ് മുക്കിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് 30 യൂറോ 40 യൂറോ സാധനം കണ്ടു എൻ്റെ മനസ്സിൽ എടുകൂട്ടുന്നറിയും. ഇതുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചൂടെ. അപ്പോൾ ഞാൻ അവളെ കറക്കിയിട്ട് അത് ഒഴിവാക്കിയിട്ട് ഞാൻ 20 യൂറോന് ബർഗർ വാങ്ങിയിട്ട് നമ്മൾ രണ്ടാമത് തോന്നും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഓള് ഹാപ്പിയാണ്. അവൾക്ക് അതല്ല പിന്നെ വേറെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഞാൻ നിർത്തിയിട്ട് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ എല്ലാം വാങ്ങിക്കൊടുക്കണം. നമ്മൾ ലോങ് പെട്ടെന്ന് ഐസ്ക്രീം ഷോപ്പെല്ലാം കണ്ട യൂട്ടേൺ അടിച്ചിട്ടൊക്കെ ഞാൻ നിർത്തി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ബൽക്കിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പോകുന്നുണ്ട്. ബൽക്കിനോട് ഞാൻ തുടങ്ങിയ ദിവസം പോലെ ഞാൻ പറയലുണ്ട്, നമ്മൾ ഓസ്ട്രേലിയ എത്തിക്കഴിഞ്ഞതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഓസ്ട്രേലിയ നമ്മളെത്തി, പ്രിൻസ് ഏട്ടനെത്തി. ഇപ്പോൾ നമ്മൾ പോകണു, റെസ്റ്റോറൻറ്റ് പോകണം. അവൾക്ക് എന്താ വേണ്ടത്, എന്ത് വേണം, എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, അതവിടെ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ യൂറോപ്പിലെ ടോപ്പ് റെസ്റ്റോറൻറ്റ്, ഏറ്റവും ടോപ്പ് റെസ്റ്റോറൻറ്റ്, എൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് പ്രോസി റെസ്റ്റോറൻറ്റ് കേരള. ഓക്കെ, ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇപ്പോഴും നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി കപ്പയും നല്ല അടിപൊളി മീൻകറിയും ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് കഴിച്ചു. ബീഫാ
അത് ബൾക്കി ഓർഡർ ചെയ്തിട്ടോ. ആക്ച്വലി ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കോപ്പറേറ്റ് അടിക്കും. ഇപ്പോൾ നമ്മൾ ഫുഡ് ബ്ലോഗ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ല വിശപ്പുണ്ട്, ഓടും വേഗം അടിച്ച് കയറ്റട്ടെ. ആ പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന കിടമ്പോൾ സവാദ് DBസിൻ്റെ പോലുണ്ടെന്ന് വെച്ചിട്ട് ബൽക്കി പറയാം സവാദിക്കാണ് കേട്ടോ. സവാദിന് അതേ കളി തന്നെ, അതന്നെ കളി. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ നല്ല അടിപൊളി കപ്പയും നല്ല മീൻകറിയും നല്ല ചോറും നല്ല ബീഫ് കറിയും കഴിച്ചു. ബൽക്കി എങ്ങനെയുണ്ടായിരുന്നു? മീൻകറി എങ്ങനെയുണ്ടായിരുന്നു? മീൻകറി സൂപ്പർ, കുടമ്പുളിയിട്ട മീൻകറി. അതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ സെയിം ഡയലോഗ് തന്നെ. കപ്പയും മീൻകറി നല്ല കുടമ്പുളിയിട്ട് വെച്ച നല്ല കിടിലോസ്റ്റ് മീൻകറി കേട്ടോ. ഞാൻ അവിടെ സോങ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കുമ്പം ആ സോങ് കോപ്പി എടുക്കും. പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്പോൾ അവരുടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി തേണ്ട ഇവിടെ കിടക്കുന്നുണ്ട്, നല്ല കൊണ്ടസ്റ്റതാണ്. ഇവരെ ഈ ഒരു സ്ഥാപനത്തിന് മുമ്പിലായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഫൈനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്ത് ചെയ്യാനില്ല, എൻ്റെ മുത്ത് ഓടി 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 ഇടുത്തം വരെ വന്ന് 90,000 കിലോമീറ്ററിൻ്റെ താഴെ കേട്ടോ. നിൻ്റെ മുത്ത് ഓടിച്ചു, നിൻ്റെ മുത്ത് ഞാൻ, എൻ്റെ മുത്ത് ദാ ഇത്. അപ്പോൾ ഇതിൻ്റെ മുത്താരാ? ഇത് വാഷ് ചെയ്ത് എത്ര കാലം എത്രയോ മാസങ്ങൾ കേട്ടോ. അതുകൊണ്ട് ഇതിങ്ങനെ കച്ചറിയാം. കാരണം വാഷ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് വേറെ സ്ഥലത്തെത്താം. അപ്പോൾ തുർക്കി പോയി എന്തായാലും ഇതൊക്കെ വാഷ് ചെയ്ത് നല്ല സെറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, ഒരുപാട് 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 സ്റ്റോറികളുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇവിടെ പ്രിൻസ് ഏട്ടൻ്റെ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിൻസ് ഏട്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രിപ്പ് റൗണ്ട് ഓടിച്ച് നോക്കുന്ന ഒന്ന് ഓടിച്ചു നോക്കേ, ഞാൻ പഠിപ്പിച്ചതാ. ഇത് വളരെ സിമ്പിളാണ്. അങ്ങനെ നമ്മൾ ഇപ്പം കറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രിൻസ് ഏട്ടൻ്റെ വണ്ടി പോകണു. പ്രിൻസ് ഏട്ടൻ്റെ മകളാണ് വണ്ടി ഡ്രൈവ് ചെയ്ത്. മോളെന്ത് ചെയ്യുന്നത് പ്രിൻസ് ഏട്ടാ? ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞു, ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പോകും. മൂത്ത മകളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടിരുന്നു, അവരുടെ ഹസ്ബൻഡിനെയും കണ്ടിരുന്നു. അടിപൊളി മനുഷ്യനാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ കറങ്ങാനൊക്കെ പോയിരുന്നു കേട്ടോ. അത് നേരെ കാണുന്ന ഓസ്ട്രിയൻ പാർലമെൻറ്റ് കേട്ടോ. സെക്രട്ടേറിയറ്റും പാർലമെൻറ്റും ഒക്കെ ഉള്ള ഏരിയയാണ്. ഇതൊക്കെ ട്രാമും മെട്രോ ഒക്കെ പോകാനുള്ള വഴികളാണ് കേട്ടോ. ഇതേ പോകണു ട്രാം. ഒരു വിൻറ്റേജ് കാറുണ്ട്, അത് ടൂറിസ്റ്റിനെ കൊണ്ടുപോകുന്ന കാറ് പോലും ഉണ്ട്. കാണുമ്പോൾ വളരെ സ്ലോയിലാണ് പോണത്. നിങ്ങൾ അറിയാ പ്രിൻസ് ഏട്ടന് വിയന്നിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട്? നമ്മുടെ ബേസിക്കലി നമ്മുടെ ആഫ്രിക്കൻസ്, ലാറ്റിൻ അമേരിക്കൻസ്, ഫിലിപ്പീനോസ്, ഇവരെല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സാണ്. ഓട്ടോമാറ്റിക്കലി നമ്മളവരുടെ ഫ്രണ്ട്സ്. അവരൊക്കെ ഷോപ്പിലൊക്കെ വരാറുണ്ടോ? അല്ല, അവരാണ് നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ് പറയുന്നത്. എത്ര രാജ്യക്കാർ വരുന്നത് നിങ്ങളെ നമ്മുടെ കടയിൽ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 150 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, അതായത് ഓസ്ട്രിയയുടെ സമീപ രാജ്യങ്ങളായിട്ടുള്ള പോളണ്ട്, ചെക്ക്, ഹംഗറി, ഇങ്ങനെ അവിടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരില്ലേ, എംബസികൾ, അങ്ങനെയുള്ള സ്ഥലമുണ്ടല്ലോ. അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഒരു 150 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ യൂറോപ്പ് അല്ലാതെ മെയിനായിട്ട് വരുന്ന ആഫ്രിക്കൻസ് വരുന്നത്? ആഫ്രിക്കൻസ് പിന്നെ ഓസ്ട്രേലിയക്കാരാണ് നമ്മുടെ ഒരു 30-35% കസ്റ്റമേഴ്സ്. അതുകൂടാതെ നമുക്ക് ഫിലിപ്പീനോസ് നല്ലൊരു ഇതുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ടീമുണ്ട്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഫിലിപ്പീനോസ്, ലാറ്റിനോസ് ഇല്ലേ, ലാറ്റിൻ അമേരിക്കൻ, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ലാറ്റിൻ അമേരിക്കൻസും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആർക്കിൽ ആഫ്രിക്കൻസ് ഒന്നും പരിപാടി നടക്കുന്നില്ല, അവിടത്തേക്കാണ് നമ്മൾ പോകണത്. എല്ലാം മനസ്സിലാ? ഓ, പ്രിൻസ് ഏട്ടൻ്റെ ചങ്കിൾ കേട്ടോ, പ്രിൻസ് ഏട്ടൻ്റെ ചങ്കിൾ മൊത്തത്തിൽ. എനിക്കും കേട്ടാ കേട്ടോ. ആദ്യം ഇവിടെ യൂറോപ്പിൽ പബ്ലിക്കിലും ആൾക്കാരെ വിഷയെന്ന് ഞാൻ കാണുന്നത്. ഇവിടെ അങ്ങനെ ഓ അടിപൊളിയാണല്ലോ. ഇവിടെ ആഫ്രിക്കൻസിൻ്റെ ട്രഡീഷണൽ ഡാൻസും കാരണം കാണുന്നുണ്ട്. സംഭവം സെറ്റപ്പാണുള്ളത്. ഞാൻ ജാഞ്ചിബാറിലും പോലെ കാണിച്ചു തന്നെ ഈ ദഫ് ഓടുന്നത് പാട്ട് പാടുന്ന കേട്ടത്. ഓക്കെ 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 താങ്ക് യു. ഇവിടെ ഫുള്ള് ഫാമിലീസ് ഉണ്ട് കേട്ടോ. എല്ലാവരും കുടുംബമായിട്ട് ഇവിടെ ഉണ്ട്.
പ്രിൻസ് ചേട്ടൻ്റെ സ്വന്തം നാട്. ഇവരുടെ ഈ ഒരു സിസ്റ്റം കണ്ടോ, എല്ലാവരും ഫാമിലി ആയിട്ട് ഇരുന്ന് സംസാരിച്ച്. പ്രിൻസ് ചേട്ടൻ എല്ലാവരും വിളിക്കുന്നത് പ്രോസി കേട്ടോ, പ്രോസി എന്ന് വിളിക്കുന്നത് പ്രിൻസ് ചേട്ടനെ അല്ല, എല്ലാവരും നിങ്ങൾ പ്രോസി എന്ന് വിളിക്കുന്നത്. ഞാനുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമല്ലേ, അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. യൂസഫ് അലിക്കാരൻ സംസാരിക്കേ. I'm so happy that we are here in front of the palace of our president. This is a great. നമുക്ക് ഏതായാലും നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ പ്രിൻസേട്ട് നമുക്ക് ഇവിടെ നിന്ന് കറങ്ങാൻ വേണ്ടി നമുക്ക് 2 കാർഡ് തന്നിട്ടുണ്ട്. പ്രിൻസേട്ട് എന്തിൻ്റെ കാർഡ് ഇത് നമ്മളൊരു മന്ത്ലി കാർഡാണ്. നമ്മൾ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്ര, നമ്മൾ മെട്രോയിലായാലും ശരി, ട്രാമിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ബസ്സിലാണെങ്കിലും ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് എത്ര ദിവസമൊക്കെ അലോട്ട് ഉണ്ടാവും? 1 മാസം കാർഡ് 75 യൂറോ. നമുക്ക് എന്തിൽ വേണം കയറാം. ഈ വിയന്ന ടൗണിൽ മാത്രമാണോ? ടാക്സി ഒഴിച്ചിട്ട് വിയന്നയുടെ സിറ്റിക്കകത്ത് എവിടെ വേണം പോലെ. അത് സൂപ്പറാണ്. നമുക്ക് ഏതായാലും നമ്മൾ ബൈക്ക് എടുത്ത് നമ്മൾ ഇറങ്ങും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പല സ്ഥലങ്ങളും പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ ഇതിൽ. നിങ്ങൾ അതല്ല, നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾ തെറ്റിപ്പോയി വഴി, നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അത് തിരിച്ചും കൊണ്ട് കയറാം. അപ്പോൾ അതിനൊന്നും നമുക്ക് എക്സ്ട്രാ പൈസ ഇല്ലല്ലോ. പഠിക്കുക, വഴി പഠിക്കുക. നമ്മളെ മിഞ്ഞാന്ന് വെനീസിൽ നമ്മൾ കപ്പലിനും ബോട്ടിനൊക്കെ വേണ്ടി നമ്മൾ ഇത്ര എടുത്തത് അല്ലേ? അതാ അതുപോലെ ആയിട്ട് ഇത് വേറെ എന്താ പറയുക. അപ്പം പ്രിൻസായിട്ട് നന്ദി, പ്രോസിക്ക് നന്ദി, അതുപോലെ എന്താ പറയുക ഒരുപാട് നന്ദി നിങ്ങളോട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള കൺട്രിയിലെ ആൾക്കാർ എത്രയും പെട്ടെന്ന് പ്രിൻസാറിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. കാരണം നമുക്ക് വേൾഡ് മലയാളി ഫെഡറേഷൻ നമുക്ക് ലോകത്തിലുള്ള എല്ലാ കൺട്രിയിലും നമുക്ക് എത്തിക്കാൻ വേണ്ടി നമുക്കും കൂടി സഹായിക്കണം. കാരണം നമുക്ക് ഒരുപാട് സഹായം കിട്ടുന്ന ഒരു ഫെഡറേഷനാണ്, ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മളെ കൂടെ പറ്റുന്ന പോലെ നമുക്ക് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും മെസ്സേജ് അയക്കുക. നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഓസ്ട്രിയൻ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിലാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഈ പറയുന്ന ആഫ്രിക്കൻ കാർണിവൽ നടക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ചെറിയ സമൂഹത്തിന് പോലും ഇവിടുത്തെ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 26 വർഷമായിട്ട് നമ്മൾ പ്രോസിയുടെ എക്സോട്ടിക് ഫെസ്റ്റിവൽ നടന്നു. ആ റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവർ ഗവൺമെൻറ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സാധിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് നേരെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നതാണ് ഇവിടുത്തെ സെക്രട്ടേറിയറ്റ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അതാണ് നമ്മുടെ ഇവിടുത്തെ പാർലമെൻറ്റ്. എന്ന് വെച്ചാൽ ഈ വിയന്നയുടെ ഏറ്റവും ഹൃദയഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എനിവേ നിങ്ങൾ വന്നതിൽ രണ്ടുപേരും വന്നതിൽ സന്തോഷം. നമുക്കിപ്പം ഓസ്ട്രിയയുടെ ഹൃദയഭാഗത്ത് നമുക്ക് ഈ വ്ളോഗ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പഴയ വീഡിയോസ് കാണാൻ മറന്നു വരുത്. നല്ല റൈഡ് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം ബൽക്കി ഞാനും കൂടി നമ്മുടെ സ്വന്തം ഡ്രീം യൂറോപ്പ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. നമ്മളെല്ലാവരും റെഡിയല്ലേ? അടുത്ത എപ്പിസോഡ് കാണാം.